ഏതാണ്? എല്ലാ അമലിനെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന മാസം. അതേതാണ്? ദുൽഹിജ്ജയല്ലാത്ത ഒരു മാസത്തിലും എല്ലാ അമലും കൂടെ സംഗമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാറില്ല. സംഗതി വലിയ മഹത്വമുള്ള മാസമാണ് റമളാൻ. അതിൽ തർക്കൊന്നും നിങ്ങളൊന്ന് സഹകരിക്കേ, അതിൽ തർക്കൊന്നും ഇല്ല. പക്ഷെ എല്ലാ പ്രധാനപ്പെട്ട അമലും റമളാനിൽ സംഗമിക്കുമോ ഇല്ലേ? സ്വർണോ? എല്ലാ അമലുകളും റമളാനിൽ സംഗമിക്കുമോ ഇല്ലേ? ഇല്ലേ? ഹജ്ജുണ്ടാവില്ല. എന്തേ പൈൽ എത്ര തർക്കം? എന്തേ പൈലിനോത്ര ആലോചിക്കാൻ? അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള ഒരു അമലാണ് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹുവേ, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോകാൻ അള്ളാഹു അവസരം തന്നവരെന്ന് കൈവക്കി. കുറഞ്ഞ ആളുകളെ ഉള്ളൂ. കുറെ ആളുകൾക്ക് ആഗ്രഹമുണ്ടല്ലോ. അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ ആഗ്രഹം നിറവേറ്റി തരട്ടെ. ആ തൗഫീഖ് അള്ളാഹു തരട്ടെ. ഈ ഒരുമിച്ച് കൂടലൊക്കെ അതിനല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. കാരണം ഹജ്ജ് മബ്റൂറായാൽ പിന്നെ ഫലം എന്തു തന്നെ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജ് മബ്റൂറായാൽ സ്വർഗ്ഗമല്ലാത്ത ഒരു പ്രതിഫലവുമില്ല. പിന്നെ അതിന്റെ കൂലി സ്വർഗം തന്നെ. അത്രമേൽ പ്രധാനപ്പെട്ട അമലാണ് ഹജ്ജ്. ആഗ്രഹമില്ലേ? അല്ലാഹുവേ, വലിയ ആഗ്രഹമുണ്ട്, വലിയ കൊതിണ്ട് റബ്ബേ. അതൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയുന്ന ആളുകളുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഈ കൂട്ടത്തിൽ റബീഉൽ അവ്വലിൽ ഉസ്താദെ ഞാനും നിങ്ങളെ കൂടെ ഉംറക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സഹോദരി പാസ്പോർട്ട് കൊണ്ടു തന്നപ്പോ ഒറ്റ കരച്ചില്. കാലങ്ങളായി കാത്തിരിക്കാണ്. പൂതി മനസ്സിൽ നിറഞ്ഞിട്ട് അല്ലാഹുവേ, ഏറ്റവും നല്ല നിലയിൽ ഏറ്റവും നല്ല മാസത്തിൽ ഹബീബുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വലിൽ മക്കയിലും മദീനയിലും എത്തി കൺകുളിർക്കെ സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതോടൊപ്പം ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കരഞ്ഞ് ദുആ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുന്നതോടൊപ്പം ഓരോ അമലും ചെയ്യേണ്ട പ്രകാരം റാഹത്തായി ചെയ്ത് ഖബൂലിയത്ത് സന്തോഷത്തോടെ തിരിച്ചു വരാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിധിയേകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. എന്നതുപോലെ ഹജ്ജ് പോണം ആഗ്രഹല്ലേ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ കണ്ണു നിറയുന്നവരുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് റബീഉൽ അവ്വലിൽ പോകാൻ കാത്തു നിൽക്കുന്നവർ. യാ അല്ലാ, വിധിയേകണേ പടച്ചോനെ. അവിടെ പോയിട്ട് മരണപ്പെട്ടവരും. ഇന്നിപ്പോ നമ്മൾ തുടക്കത്തിൽ ദുആ ചെയ്തല്ലോ. ദുആ ചെയ്യാൻ എന്നോട് ഏൽപ്പിച്ച ഒരു സംഗതി, ഹജ്ജിന് പോയതാണ്, മക്കയിലാണുള്ളത്, രോഗം ബാധിച്ച് വെന്റിലേറ്ററിലാണ് ഒരു സഹോദരൻ. പടച്ചോനെ അല്ലാ, ആരാണ് ആ സഹോദരൻ എന്നോ എന്താണ് രോഗം എന്നോ ഒന്നും ഞങ്ങൾക്കറിയൂല. പക്ഷെ നീ ഷാഫിയ, നീ കാഫിയ, നീ മുആഫിയ, ശിഫ കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ പടച്ചോനെ. അതുപോലെ നമ്മുടെ ക്ലാസ്സിനൊക്കെ മുമ്പ് സ്ഥിരമായി വന്നിരുന്ന ഒരു സഹോദരി, ഇപ്പോൾ അവർ കഴിയുമ്പോഴൊക്കെ വരും. മറ്റു ചില കാരണങ്ങൾ കൊണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഓൺലൈനായിട്ടാണ് ക്ലാസ് കേൾക്കാറുള്ളത് എന്ന് പറഞ്ഞു. അവരുടെ വലിയൊരാഗ്രഹമായിരുന്നു മദീനയിൽ മരിക്കണം എന്നുള്ളത്. അവർ രണ്ടാമത്തെ ഹജ്ജിന് പോയി, മദീനയിൽ വെച്ച് മരണപ്പെട്ടു. പുത്തൂർ പള്ളിക്കൽ പുതിയ വീട്ടിൽ ബി ഫാത്തിമ എന്ന സഹോദരി
മദീനയിൽ അവരങ്ങിനെ കിടക്കുകയാണ്. അല്ലാഹുവേ, മനിസ്തതാഅ മിൻകും മയ്യമൂത ബിൽ മദീന ഫലയമുത് ബിഹാ ഹല്ലത് ലഹു ശഫാഅതി. നിങ്ങളിൽ ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷമല്ലോ. എന്തേ കാര്യമെന്നല്ലേ, അങ്ങനെ മദീനയിൽ മരണപ്പെട്ടവിട മറവ് ചെയ്യപ്പെട്ടാൽ ഹല്ലത് ലഹു ശഫാഅതി, അവർക്ക് എന്റെ ശഫാഅത്ത് ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹോദരി പുത്തൂർ പള്ളിക്കൽ പുതിയ വീട്ടിൽ ബി ഫാത്തിമ എന്ന സഹോദരി പ്രതീക്ഷയോടെ ഹജ്ജിന് പോയതാണ്. മദീനയിലെത്തി, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങി, ഖബറിലെത്തി. അള്ളാഹുവെ, ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെയൊക്കെ മുമ്പ് നമ്മുടെ കൂടെ തന്നെ ഹജ്ജിനും ഉംറക്കൊക്കെ വന്നപ്പോൾ മരണപ്പെട്ടവരുണ്ട്. സംഗതി കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുകയാണെങ്കിലും അവര് രക്ഷപ്പെട്ടു. ഏതായാലും ഒരിക്കൽ മരിക്കണല്ലോ. എന്താണിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം തോന്നാത്തത്? ഏതായാലും ഒരിക്കൽ ഒന്ന് നിവർന്ന് ഉഷാറായിട്ടിരിക്കി, ഏതായാലും ഒരിക്കൽ മരിക്കണല്ലോ. ആ മരണം മക്കയിലെ ഹറമിലോ മദീനയിലെ ഹറമിലൊക്കെ ആയാൽ നഷ്ടൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞേക്ക്. അള്ളാഹു നമ്മുടെ കാര്യത്തിലൊക്കെ ഏറ്റവും ഹൈറായ തീരുമാനം ഉണ്ടാക്കട്ടെ. കാരണം മക്കയിൽ ഹജ്ജ് ഉംറയ്ക്ക് ഉദ്ദേശിച്ചു പോയി എന്തായാലും ഒരു ഹറമിൽ നിന്നിട്ട് മരിച്ചാൽ ഒരു പേടിയും പേടിക്കണ്ട. ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ഉംറയും ചെയ്താൽ അതിന് കിട്ടുന്ന കൂലി എത്രയാണോ ആ കൂലിയാണ്. പിന്നെന്ത് പേടിക്കാന്? പിന്നെ ഞാൻ ആടെ പോയിട്ട് മരിക്കോ ചെയ്യോ എന്നുള്ള പേടിയിൽ പോകാതിരിക്കണോ? من خرج من بيته حاجا أو معتمرا, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഹജ്ജിനെ അല്ലെങ്കിൽ ഉംറക്ക്. ഹജ്ജിന് തന്നെ ആവണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതൊക്കെ പറയുമ്പോ ഒരു ആവേശം ഉണ്ടാവട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് നമ്മളെ കൽബ് നിറച്ചട്ടെ. അങ്ങനെ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ വീട്ടിൽ നിന്നിറങ്ങി, അങ്ങനെ അയാൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അജ്റല്ലാഹു ലഹു ഹജ്റൽ ഹാജിൽ മുഅ്തമിരി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യുന്നതിന്റെ ഉംറ ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് പടച്ച റബ്ബ് അയാൾക്ക് നൽകുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അങ്ങനെയൊക്കെ ഭാഗ്യം കിട്ടിയവർ പലരും ഉണ്ട്. അതിലൊന്നും ഒരു പേടിയും വേണ്ട, ആശങ്ക വേണ്ട. ചിലപ്പോൾ മരിച്ചോലെ കാര്യത്തിൽ കുടുംബങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവും, എന്നാൽ അവര് രക്ഷപ്പെട്ടു. ഏതായാലും വലിയ പൂതിയ ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉംറക്ക് മാത്രല്ല ഹജ്ജിനും അല്ലാഹുവേ എത്താനുള്ളൊരു വഴി നീ തുറന്നു തരണേ റബ്ബേ. കണ്ടാണപ്പെട്ട ബിസ്മിയൊക്കെ ചൊല്ലി ഇതാ അറഫയുടെ അന്ന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ സംഗമിക്കുന്നുണ്ട് നോമ്പുകാരായി. അന്നൊക്കെ കാര്യമായിട്ട് തേടാനുള്ളതിൽ ഒരു തേട്ടം ഈ തൗഫീക്ക് തന്നെയാ. നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹജ്ജ് ഉൾപ്പെടെയുള്ള ഇബാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ എല്ലാ അമലുകളുടെയും സംഗമ മാസമാണ് ദുൽഹിജ്ജ. നിസ്കാരല്ലേ? ഏതായാലും ഉണ്ട്. നോമ്പില്ലേ? ഏതായാലും ഉണ്ട്. എന്ന് മാത്രല്ല, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ഏതെന്ന ചോദ്യത്തിന്റെ മറുപടി ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ ഈയിടെയായി നമ്മൾ കാണുന്നൊരു പ്രവണത എന്തെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഈ മുഹറം 1 മുതൽ 10 വരെ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വല്ലാതെ കല്യാണങ്ങളും വീട്ടിൽ കൂടലും പരിപാടികളൊന്നും വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം ആ ദിവസങ്ങൾ മോശമായതുകൊണ്ടാണോ?
ആണോ? അല്ല. പിന്നെയോ സ്വാലിഹീങ്ങളിൽ പലരും, ആഖിറം ഓർമ്മയുള്ളവർ പലരും ആ ദിവസത്തിൽ നോമ്പുകാരായിരിക്കും. ദുൽഹിജ്ജ് 1 മുതൽ 9 വരെ എന്ത് ചെയ്യും? നോമ്പിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയിലായിരിക്കും. ചില കല്യാണങ്ങളൊക്കെ പോകാതിരിക്കാനും പറ്റൂല, പോയാൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റൂല. എന്നാലോ നോമ്പ് നോൽക്കണമെന്ന വലിയ താല്പര്യവും ഉണ്ടാകും. ചിലപ്പോൾ നോമ്പ് നോറ്റിട്ടുണ്ടാകും. അങ്ങനെ ഒരു കുടുങ്ങുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നല്ലത് ആ ദിവസത്തിൽ അങ്ങനെയുള്ള പൊതുപരിപാടികളൊക്കെ വെക്കല് ഹറാമാണ് എന്നാണോ? വെച്ചാൽ ആ കല്യാണത്തിന് കൂടരുത് എന്നാണോ? അങ്ങനെയൊക്കെ പറഞ്ഞോ? ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഒന്നുകൂടെ ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആക്കാൻ പറ്റുമെങ്കിൽ അതാണൊന്നുകൂടെ. കാരണം ഈ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. മഹാന്മാരായ ഉലമാഇനിടയിലുള്ള ഒരു ചർച്ച ഇങ്ങനെയാണ്: വലൗ ഖാല ലില്ലാഹി അലയ്യ അൻ നസൂമ അഫ്ളലൽ അയ്യാമി ഫീ സനതി ഹാദിഹി ബഅദ റമളാൻ. ഒരാൾ ഇങ്ങനെ ഒരു നേർച്ച വെച്ചു. എന്താ നേർച്ച? റമളാൻ കഴിഞ്ഞാൽ കൊല്ലത്തിലെ ഏറ്റവും പവിത്രമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏതാനും ദിവസങ്ങൾ നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കി. എന്നാൽ ഏത് ദിവസത്തിലാണ് അയാൾ നോമ്പെടുക്കേണ്ടത്? ഏതാ ദിവസം എന്ന് വ്യക്തമാക്കി പറഞ്ഞോ? മുഹറത്തിൽ എന്ന് പറഞ്ഞോ? റബീഉൽ അവ്വലിൽ എന്ന് പറഞ്ഞോ? ശവ്വാലിൽ എന്ന് പറഞ്ഞോ? ദുൽഹിജ്ജയിൽ എന്ന് പറഞ്ഞോ? റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാനും ദിവസങ്ങൾ നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കി. അങ്ങനെ പറഞ്ഞാൽ ഏതു മാസത്തിലെ ഏതു ദിവസത്തിലാ നോമ്പെടുക്കേണ്ടത്? ഉലമാഇനിടയിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്. അതിന് മഹാന്മാരായ ഫുഖഹാ നൽകുന്ന മറുപടി, അയാൾ നോമ്പെടുക്കേണ്ടത് ഫീ അയ്യാമി അശ്രി ദിൽഹിജ്ജ. ഏതു ദിവസത്തിലാ? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ഉൾപ്പെടെയുള്ള 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ. എന്തുകൊണ്ട്? റമളാൻ കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അതാണ്. അപ്പോൾ അത്രയും പവിത്രതയുള്ള ദിവസമായതുകൊണ്ട് മോമിനീങ്ങൾ പലരും അന്ന് നോമ്പെടുക്കാൻ ഏറെ സാധ്യതയുള്ളത് കൊണ്ട് നല്ലത് ഈ കല്യാണം, വലിയ വലിയ സൽക്കാരങ്ങള്, വലിയ വീട്ടിൽ കൂടല്, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഒന്നും കൂടെ ഒരാഴ്ച അങ്ങോട്ടോ പറഞ്ഞു പറ്റിയില്ലേ ഇല്ലേ, ഒരാഴ്ച ഇങ്ങോട്ടോ ആക്കലാണ് നല്ലത്. അള്ളാഹു കാര്യങ്ങളിലൊക്കെ നല്ലത് തിരഞ്ഞെടുക്കാൻ തൗഫീക്ക് തരട്ടെ. കാരണം നമ്മളെ മോളെ കല്യാണം അല്ലെ മകന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ബറക്കത്തും റാഹത്തും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബറക്കത്തിന് ഒന്നുകൂടെ നല്ലതിതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അള്ളാഹു എല്ലാത്തിലും ഖൈർ തിരഞ്ഞെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, ദുൽഹിജ്ജ എന്നത് ഈ നിലയിലും ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോടെ ആ പുണ്യ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അയ്യാമുൻ മഅദൂദാത്ത്, അയ്യാമുൻ മഅലൂമാത്ത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞ എണ്ണപ്പെട്ട ദിവസങ്ങൾ, അറിയപ്പെട്ട ദിവസങ്ങൾ, ദിക്ർ കൊണ്ട് നാവ് നിരന്തരമായി ചലിക്കേണ്ട ദിവസങ്ങൾ എന്നൊക്കെ റസൂലുള്ള വിശേഷിപ്പിച്ച ദിവസങ്ങളാണ്. അങ്ങനെ അല്ലാഹു തൗഫീഖ് തരട്ടെ.